മതിപ്പ് ബഡ്ജറ്റും നിങ്ങൾക്ക് മുമ്പാകെ ബഹുമാനപ്പെട്ട വൈസ് ചെയർമാൻ അവതരിക്കുകയാണ്. ബഡ്ജറ്റ് അവതരിക്കുന്നതിനിടെ വൈസ് ചെയർമാനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ സുരയ്യ ഫാറൂഖ് അവർകളെ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായിട്ടുള്ള പ്രൊഫസർ നാലകത്ത് ബഷീർ അവർകളെ, സഹപ്രവർത്തകരായിട്ടുള്ള ദിനേശൻ, വികസന സമിതി അംഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദിനേശ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തുടങ്ങിയ ചെയർപേഴ്സൺ, അതുപോലെ തന്നെ ക്ഷേമകാര്യ ചെയർപേഴ്സൺ തുടങ്ങിയ ആളുകൾ എല്ലാവരെയും, സെക്രട്ടറി, ഉദ്യോഗസ്ഥർ, ആസൂത്രണ സമിതി അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, പത്രമാധ്യമ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ടവരെ, പെരിന്തൽമണ്ണയുടെ 7ാമത് ജനകീയ കൗൺസിലിൻ്റെ പ്രഥമ ബഡ്ജറ്റ് ഏറെ അഭിമാനത്തോടും എന്നാൽ ആശങ്കയോടുകൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ച സങ്കീർണതയ്ക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷം ഭരണസമിതികൾ നിലവിൽ വന്ന് ദിവസങ്ങൾ പിന്നിട്ട സാഹചര്യത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം ദിവസങ്ങൾക്കകം വരുമെന്ന് ആശങ്കയ്ക്കിടയിലുമാണ് പെരിന്തൽമണ്ണയുടെ നഗരസഭയുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടി വന്നത്. പ്രാദേശിക ഭരണസമിതികളെ ശക്തിപ്പെടുത്താൻ നമ്മുടെ രാജ്യത്ത് നിരവധി പരിശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രപതി മഹാത്മാഗാന്ധിയുടെ ഗ്രാമസ്വരാജ് എന്ന ആശയത്തെ സാക്ഷാത്കരിക്കുന്നതിനായി മുൻ കേന്ദ്ര സർക്കാർ ഒട്ടേറെ നടപടികൾ സ്വീകരിച്ചിരുന്നു. ശ്രീ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കും നടത്തിയ നീക്കങ്ങളാണ് ഇതിലെ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ഭരണഘടനമായ പരിരക്ഷ ലഭിക്കുന്നതിലേക്ക് നയിച്ചത്. 1993 ഭരണഘടനയുടെ 73-74 ഭേദഗതികളോടെ കോർപ്പറേഷനുകളും അധികാരങ്ങളും പദ്ധതികളും വിഹിതവും ലഭിച്ച് പഞ്ചായത്തുകളും നഗരങ്ങളും കോർപ്പറേഷനുകളും സ്വയംഭരണ സ്ഥാപനങ്ങളായി മാറി. 1994-95 വർഷങ്ങളിൽ കേരള ഗവൺമെൻറ് കേന്ദ്ര നിയമത്തിൻ്റെ ചുവടുപിടിച്ച് നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ ഇതര സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി. ഏറ്റവും പ്രാദേശിക തലത്തിൽ നടക്കുന്ന ജനകീയ ചർച്ചകളിൽ നിന്നും ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ പദ്ധതികളായി രൂപപ്പെടുത്തുകയും സംസ്ഥാനത്തിൻ്റെ റവന്യൂ വരുമാനത്തിൽ 1/3 തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്നതിനും ഇടയാക്കിയത് 1990 സർക്കാരിൻ്റെ ശക്തമായ ഇടപെടൽ കാരണമാണ്. മാത്രമല്ല, വരുന്ന ഓരോ വർഷവും 10% വീതം പദ്ധതി വീതം വർദ്ധിപ്പിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടുതൽ ശാക്തീകരിക്കണമെന്ന നയവും സർക്കാർ കൈക്കൊണ്ടു. 1996 അധികാരത്തിൽ വന്ന സർക്കാർ അധികാര വികേന്ദ്രം ഫലപ്രദമാക്കാനും ജനകീയ പങ്കാളിത്തം ഉറപ്പുവരുത്താനും ജനകീയ ആസൂത്രണ പ്രക്രിയയ്ക്ക് രൂപം നൽകി. എന്നാൽ ഇന്ന് കേരളം അധികാര വികേന്ദ്രീകരണത്തിൻ്റെ എതിർദിശയിലേക്ക് സഞ്ചരിക്കുന്ന അനുഭവമാണ് ഉള്ളത്. പ്രത്യേക മിഷനുകൾ രൂപീകരിച്ചുകൊണ്ടും പദ്ധതി വിഹിതം കാലോചിതമായി നൽകാതെയും നൽകിയ പണം തിരിച്ചുപിടിച്ചും അധികാരം കവർന്നെടുക്കുന്നതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെടുത്തിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തിനോടുള്ള അവഗണനയും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. സാമ്പത്തികം, വിദ്യാഭ്യാസം, രാഷ്ട്രീയം എന്ന സംസ്ഥാനങ്ങളെ രംഗങ്ങളെ ഫെഡറൽ മൂല്യങ്ങൾ തകർത്തുകൊണ്ട് കേന്ദ്ര സർക്കാർ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ സാമ്പത്തിക നയവും സംസ്ഥാനത്തിലുള്ള സമീപനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ ഗുരുതരമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് പൊതുകടം 1 ലക്ഷത്തിൻ്റെ കോടിക്ക് മീതെ ഉയർന്നു എന്നതും വലിയ വെല്ലുവിളിയാണ്. മേൽ സൂചിപ്പിച്ച വിപരീത സാഹചര്യങ്ങൾക്കെതിരെ പൊരുതി വേണം നമ്മുടെ നഗരസഭ വളർച്ചയിലേക്ക് എത്താനുള്ള പരിശ്രമങ്ങൾ നടത്തേണ്ടത്. മുൻകാല കൗൺസിലുകളുടെ കാലത്ത് നടന്ന ഒട്ടേറെ പദ്ധതിക്ക് പിന്നിൽ മതിയായ ആസൂത്രണമോ ഗൃഹപാഠമോ ഉണ്ടായില്ല എന്ന് വേണം വിലയിരുത്താൻ. ജില്ലയുടെ അതിവേഗം വികസിച്ചു വരുന്ന വാണിജ്യ സാധ്യത വർദ്ധിച്ചു വരുന്നതും ഏതാനും
ഏറ്റവും കൂടുതൽ വരുമാനമുള്ള പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് അനുസൃതമായ പുരോഗതി നേടാനാകാതെ പോയിട്ടുണ്ട്. നഗരത്തിൻ്റെ മുഖച്ഛായ മാറ്റിയെടുക്കാനും പദ്ധതികൾ സമയബന്ധമായി പൂർത്തിയാക്കാനും സാധിച്ചിട്ടില്ല. തനത് വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക വളർച്ച സാധ്യമാക്കാനും ഫലപ്രദമായ ഇടപെടൽ നന്നേ കുറഞ്ഞു പോയിട്ടുണ്ട്. ഇത്തരം അനുഭവങ്ങൾക്കിടയിലാണ് നഗരസഭയുടെ ബഡ്ജറ്റ് വിശദാംശങ്ങൾ മുമ്പാകെ സമർപ്പിക്കുന്നത്. പ്ലാൻ ഫണ്ടും നഗരസഭയുടെ തനത് ഫണ്ടും മറ്റ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് സഹായങ്ങളും സമീപിച്ചുകൊണ്ട് സൃഷ്ടിപരമായ ഒരു വികസനം സാധ്യമാക്കേണ്ടതുണ്ട്. 2026 വർഷത്തെ പുതുക്കിയ ബഡ്ജറ്റിൽ എസ്റ്റിമേറ്റിൽ വിശദാംശങ്ങൾ കടക്കുന്നതിന് മുമ്പ് നഗരസഭയുടെ സാമ്പത്തിക ബാധ്യതയെ സംബന്ധിച്ച ചില സൂചനകൾ നൽകേണ്ടതുണ്ട്. വിവിധ ആവശ്യങ്ങൾക്കായി ഹഡ്കോയിൽ നിന്നും എടുത്ത വായ്പ തിരിച്ചടവിലേക്ക് 2,69,00,000 രൂപയും പൊതുമരാമത്ത് പ്രവൃത്തികൾ പൂർത്തീകരിച്ച വകയിൽ കരാറുകാർക്ക് 6,29,00,000 രൂപയും ഇൻഡോർ മാർക്കറ്റിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി നിക്ഷേപകരിൽ നിന്നും സ്വീകരിച്ച 17,65,00,000 രൂപയും ഉപയോഗശൂന്യമായ മാലിന്യം കൊണ്ടുപോയ വകയിൽ നൽകേണ്ട തുകയും ഉൾപ്പെടെ ഭീമമായ സംഖ്യയുടെ ബാധ്യതയാണ് നഗരസഭയ്ക്കുള്ളത്. ഇതിനു പുറമെ ഇൻഡോർ മാർക്കറ്റിൻ്റെ 1ാം ഘട്ടം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയും 2ാം ഘട്ടം നിർമ്മാണം ആരംഭിച്ച് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയും 30 കോടി രൂപ അധികം കണ്ടെത്തേണ്ടതുണ്ട്. ആയുർവേദ ആശുപത്രിയുടെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി 3 കോടി രൂപയും ഉടൻ ആവശ്യമാണ്. ഇതിനു പുറമെ 33 കോടിയുടെ വാടക അഡ്വാൻസായി ഏത് സമയം തിരികെ നൽകേണ്ട അവസ്ഥയുമുണ്ട്. മനേജ് സ്റ്റാൻഡിലും അതുപോലെ തറയിൽ സ്റ്റാൻഡിലും കടമുറികൾ ലേലത്തിനെടുത്തവർ ഒഴിഞ്ഞു പോകുന്ന വകയിൽ കോടിക്കണക്കിന് രൂപ ബാധ്യതയും ഉണ്ട്. കൂടാതെ ഒലിങ്കരയിലെ ലൈഫ് ഫ്ലാറ്റ് സമുച്ചയത്തിൽ ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റിനായി 2,35,00,000 രൂപ ഇനി ചെലവാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ എല്ലാം കൂടി നഗരസഭ വലിയ സാമ്പത്തിക കെണിയിലാണ് അകപ്പെട്ടിരിക്കുന്നത്. ഈ യാഥാർത്ഥ്യത്തെ കൊണ്ടുവേണം നമ്മുടെ വരവ് ചെലവുകൾ കണക്കുകളെ സമീപിക്കേണ്ടതെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രാരംഭ നീക്കിയിരിപ്പ് 1,40,60,67,543 രൂപ വരവും 79,53,39,000 രൂപ പദ്ധതിയേതര ചെലവും 62,25,00,000 രൂപ പദ്ധതി ചെലവും 2,92,00,000 രൂപ 28,543 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് ഈ 2026-27 വർഷങ്ങളിൽ അവതരിപ്പിക്കുന്നത്. നികുതിയേതര വരുമാനമായി 24,03,90,500 രൂപയും സർക്കാർ മറ്റ് ഫണ്ടുകൾ, MLA MP ഫണ്ടുകൾ, സ്ത്രീ സുരക്ഷാ പദ്ധതി, സാമൂഹ്യ സുരക്ഷിത പെൻഷൻ മുതലായ ഉൾപ്പെട്ട് ഗ്രാന്റ് ഇനത്തിൽ 23,88,000 രൂപയും ലോൺ, ഡെപ്പോസിറ്റ്, അഡ്വാൻസ് എന്നിവയിൽ നിന്നായി 29,54,00,000 രൂപയും ദൈനംദിന ചെലവിന് വേണ്ടി 29,74,00,000 രൂപയും അടിയന്തര സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി നിലവിലുള്ള ആസ്തികളുടെ പരിപാലനത്തിനുമായി 26,21,00,000 രൂപയും അഡ്വാൻസ് ലോൺ തിരികെ നൽകുന്നതിന് വേണ്ടി 11,93,50,000 രൂപയും ഉൾപ്പെടെ 79,53,39,000 രൂപ നോൺ പ്ലാൻ ഫണ്ടും 60,25,00,000 രൂപ പ്ലാൻ ഫണ്ടും ചെലവും പ്രതീക്ഷിക്കുന്നു. പ്രധാനപ്പെട്ട പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് നമ്മൾ ആലോചിക്കുന്നത് പെരിന്തൽമണ്ണ ബൈപ്പാസ് ഇന്നോവേഷൻ എന്ന ഒരു പദ്ധതിക്ക് നമുക്ക് രൂപം നൽകുകയാണ്. ജനത്തിരക്കും വ്യാപാരം വർദ്ധിച്ചു വരുന്ന പെരിന്തൽമണ്ണയിലെ ഐഷ കോംപ്ലക്സ് മുതൽ മാനത്ത് മംഗലം ജംഗ്ഷൻ വരെയുള്ള ബൈപ്പാസിൽ കഴിയാവുന്നത്ര വീതി കൂട്ടി ഡിവൈഡർ, ഫുട്പാത്ത്, ബാരിക്കേഡ് തുടങ്ങിയ തെരുവുവിളക്കുകൾ എന്നിവ സ്ഥാപിച്ച് ആധുനിക രീതിയിലുള്ള പുതിയ പാതയായി സഞ്ചരിക്കുന്നതിന് വേണ്ടി നഗരസഭയും MLA-യും MP-യും ഫണ്ടുകൾ സംയോജിപ്പിച്ച് 7 രൂപ ചെലവാക്കാൻ വേണ്ടി ഈ ബഡ്ജറ്റിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. വ്യാപാര മേഖലയ്ക്കും പൊതുമേഖല ഗതാഗതത്തിനും വലിയ ആശ്വാസം നൽകുന്ന ഈ പദ്ധതി നഗരത്തിൻ്റെ സൗന്ദര്യവൽക്കരണത്തിന് മാത്രമല്ല സുരക്ഷയ്ക്കും സുഖകരമായ യാത്രാനുഭവം ഉറപ്പാക്കുമെന്നും സഹായകരമാകുമെന്നും ഞാൻ വിചാരിക്കുന്നു. ഗോൾഡൻ കിറ്റ്
നഗരസഭയിലെ താമസക്കാരായ 70 വയസ്സ് പിന്നിട്ട വയോജനങ്ങൾക്ക് വർഷത്തിൽ 4 തവണയായി പോഷകാഹാര കിറ്റുകൾ നൽകുന്നതിന് വേണ്ടി 25 ലക്ഷം രൂപ ഈ ബഡ്ജറ്റിൽ നീക്കിവെക്കുന്നു. ഈ ഗോൾഡൻ കിറ്റ് എന്ന പേരിൽ ന്യൂനതക്ഷേമ പദ്ധതിയിലാണ് നമ്മൾ നടപ്പിലാക്കുന്നത്. മൈൻഡ് ഹീലിംഗ് ക്ലിനിക് എന്ന ഒരു പദ്ധതി നടപ്പാക്കാൻ ഈ നഗരസഭ ആലോചിക്കുന്നു. കുടുംബാന്തരീക്ഷവും വ്യക്തിജീവിതവും സംഘർഷിതപരമായി കൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ പെരിന്തൽമണ്ണ നഗരസഭയെ ഒരു ഹാപ്പിനെസ് സിറ്റിയാക്കി മാറ്റുക എന്ന ലക്ഷ്യമായി പ്രഗത്ഭ മനഃശാസ്ത്ര വിദഗ്ധരുടെ സേവനം ലഭ്യമാക്കിക്കൊണ്ട് മൈൻഡ് ഹീലിംഗ് ക്ലിനിക്ക് പുതിയ സാമ്പത്തിക വർഷത്തിൽ ആരംഭിക്കും. ഇതിനായി 10 ലക്ഷം രൂപ ഈ ബഡ്ജറ്റിൽ വകയിരുത്തുന്നു. സോഷ്യോ എക്കണോമിക് ഹെൽത്ത് പ്രോഗ്രാം എന്ന ഒരു പുതിയ നൂതന പദ്ധതി നമ്മൾ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നഗരത്തിലെ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും സാമൂഹ്യ ജീവിതത്തിന്റെ ശാക്തീകരണവും ഓരോ പ്രദേശത്തിന്റെയും സമഗ്രമായ വികസനവും അടിസ്ഥാനം ഉറപ്പാക്കുന്നതിന് വേണ്ടി സോഷ്യോ എക്കണോമിക്കൽ ഹെൽത്ത് പ്രോഗ്രാം സംഘടിപ്പിക്കുകയും അവിടെ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ച് നമ്മൾ അതുകൊണ്ട് പുതിയ ഡാറ്റ നമ്മളൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിക്കൊണ്ട് മുഴുവൻ ആളുകളുടെയും വിവരശേഖരണം നടത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി ഈ ബഡ്ജറ്റ് 25 ലക്ഷം രൂപ വകയിരുത്തുന്നു. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ABC ഷെൽട്ടർ ആൻഡ് കെയർ എന്ന പദ്ധതിക്ക് പുതിയ രൂപവും ഭാവവും നൽകിക്കൊണ്ടാണ് ഈ നഗരസഭ മുമ്പോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ജനജീവിതത്തിന് ഏറ്റവും ഭീഷണിയാകുന്ന തെരുവ് നായ്ക്കളുടെ ശല്യം പരിഹരിക്കുന്നതിന് വേണ്ടി തെരുവ് നായ്ക്കളെ വന്ധീകരിക്കുന്നതിന് പുറമെ അവരെ പുനഃസ്ഥിതിക്കുന്നതിന് വേണ്ടിയും തുടർ പരിചരണം ഉറപ്പാക്കുന്നതിനും വേണ്ടിയും സന്നദ്ധ സംഘടനകളുടെയും മൃഗസ്നേഹികളുടെയും സഹായത്തോടുകൂടി ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലുള്ള ജീവിത സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ആ മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി 50 ലക്ഷം രൂപ ഈ ബഡ്ജറ്റിൽ നമ്മൾ വെക്കുകയാണ്. അതോടൊപ്പം തന്നെ അവിടെ താമസിക്കുന്ന മൃഗങ്ങളെ ദത്തെടുക്കാനുള്ള സൗകര്യങ്ങളും ഈ നഗരസഭ ഉണ്ടാക്കുകയും അതിനനുസരിച്ചുള്ള പദ്ധതികൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. നോളജ് എക്കണോമിക് മിഷൻ എന്ന ഒരു പുതിയ സംസ്ഥാന ഗവൺമെന്റ് പദ്ധതി അനുവദിച്ച UN പ്രോഗ്രാമായ നോളജ് എക്കണോമി മിഷൻ നടപ്പിലാക്കുന്നതിന് വേണ്ടി നഗരസഭ മുൻകൈയെടുക്കും. കിഫ്ബിയുടെ 22 രൂപ വായ്പ ആനുകൂല്യം ഉപയോഗപ്പെടുത്തി 500 യുവാക്കൾക്ക് വർക്ക് നിയർ ഹോം എന്ന പ്രകാരം തൊഴിൽ പദ്ധതികൾ ലഭ്യമാക്കുന്നതിന് കേരളത്തിലെ 2 നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമാണ് പ്രസ്തുത പദ്ധതിക്ക് ലഭ്യമായിട്ടുള്ളത്. ബഹുമാനപ്പെട്ട MLA വികസന പദ്ധതിയുമായി സഹകരിക്കണം എന്ന് അഭ്യർത്ഥിച്ച പ്രകാരം പെരിന്തൽമണ്ണ മനേരി സ്റ്റാൻഡിൽ 3000 സ്ക്വയർ ഫീറ്റിൽ ഉള്ള ഒരു വലിയ സമുച്ചയം ഉണ്ടാക്കിക്കൊണ്ട് അതിനുവേണ്ടിയുള്ള നടപടികൾ പൂർത്തിയാക്കാൻ ഈ നഗരസഭ തയ്യാറാകാൻ വേണ്ടിയുള്ള ബഡ്ജറ്റ് എമൗണ്ട് ഞാൻ ഇതിലേക്ക് നീക്കിവെക്കുകയാണ്. പെരിന്തൽമണ്ണ ഒരു അർദ്ധ നഗരമാണ്. ഉൽപാദന രംഗത്തെ മുന്നേറ്റം സാമ്പത്തിക വളർച്ചയ്ക്ക് അനിവാര്യമാണ്. കാർഷിക വ്യവസായ രംഗങ്ങളിൽ സുസ്ഥിരമായ പദ്ധതികൾക്ക് നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. നെൽകൃഷിയെ പരമാവധി സംരക്ഷിക്കാനും മറ്റു കാർഷിക വിളകൾ സാധ്യമാകുന്ന സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാനും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ജനങ്ങളിലേക്കും കൃഷിയെ സംബന്ധമായ സന്ദേശങ്ങൾ എത്തിക്കുന്നതിനും തരിശുഭൂമി കൃഷിയോഗ്യമാക്കുന്നതിനും ഫലവൃക്ഷങ്ങൾ വെച്ചുപിടിക്കുന്നതിനും മൃഗസംരക്ഷണത്തിനും വേണ്ടി ഉൾനാടൻ മത്സ്യകൃഷി പ്രോത്സാഹിക്കുന്നതിനും ക്ഷീരകൃഷി അടക്കം ഉൽപാദന മേഖലയ്ക്ക് 1,30 ലക്ഷം രൂപ നീക്കിവെക്കുന്നു. സാമ്പത്തിക വളർച്ചയ്ക്ക് സാധ്യമായ മൂന്ന് പദ്ധതി പരമാവധി ജനങ്ങൾക്ക് പ്രത്യേകിച്ച് അഭ്യസ്തവിദ്യരായ യുവാക്കൾക്ക് വേണ്ടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന വ്യവസായങ്ങൾ കൊണ്ടുവരുന്നതിനും ചെറുകിട വ്യവസായ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി മറ്റു പുതിയ സംരംഭങ്ങൾ സൃഷ്ടിച്ച് മുന്നോട്ട് പോകേണ്ടതിനായി വകയിരുത്തുന്ന തുകയും ഉൽപാദന മേഖലയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നഗരത്തിൽ തനതായ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ഈ ബഡ്ജറ്റ് മുന്തിയ പരിഗണനയാണ് നൽകുന്നത്. സ്വന്തം ആശികൾ തന്നെ ഉപയോഗപ്പെടുത്തിയും വിവിധ സ്ഥലങ്ങളിൽ പൂട്ടിക്കിടക്കുന്നതും ഒഴിഞ്ഞുകിടക്കുന്നതുമായ കടമുറികൾ റീ അലോട്ട് ചെയ്തും ഉൾപ്പെടെ പ്രത്യേക പരിഗണന നൽകുന്നതിനും ഈ ഇനത്തിലേക്ക് തുക മാറ്റിവെക്കുന്നു. പൊതുവിദ്യാഭ്യാസ രംഗത്തെ വളർച്ചയ്ക്കും മുന്നേറ്റത്തിനും നാം ലക്ഷ്യം വഹിച്ചുകൊണ്ട് അടിസ്ഥാന വികസന സൗകര്യങ്ങൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ ഏറെ മുന്നോട്ട് പോയി നമ്മുടെ നഗരസഭയിലെ സ്ഥാപനങ്ങളുടെ വിദ്യാഭ്യാസങ്ങളുടെ നിലവാരം ഉയർത്തുന്നതിനും കുട്ടികൾക്ക് മത്സര പരീക്ഷ ഉൾപ്പെടെ മികച്ച പരിശീലനം നൽകുന്നതിനും LP സ്കൂളിൽ പ്രഭാത ഭക്ഷണം നൽകുന്നതിനും കലാ സാംസ്കാരിക പരിപാടികൾ പരിപാലിക്കുന്നതിനും വിദ്യാലയങ്ങളിലെ സൗകര്യങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനും കായിക രംഗം പ്രോത്സാഹിപ്പിക്കുന്നതിനും 1,90 ലക്ഷം രൂപ ഈ ബഡ്ജറ്റ് നീക്കിവെക്കുന്നു. LP സ്കൂൾ PS വിഭാഗം വിദ്യാർത്ഥികളായി SSL സ്കോളർഷിപ്പ് പരീക്ഷകൾക്ക്
പരീക്ഷകൾക്കും പരിശീലനം നൽകാൻ പദ്ധതി ആവിഷ്കരിക്കും. പാർപ്പിട രംഗത്ത് ലൈഫ് ഭവന പദ്ധതി നമ്മുടെ നഗരസഭ ഇതിനകം ധാരാളം വീടുകൾ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനിയും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നവയും പൂർത്തീകരണത്തിനും പുതിയ വീടുകളുടെ നിർമ്മാണത്തിനും പഴയ വീടുകളുടെ പുനരുദ്ധാരണത്തിനുമായി ഈ ബഡ്ജറ്റിൽ 3.5 കോടി രൂപ നീക്കിവെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ഒരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഈ കൗൺസിൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഈ കൗൺസിലിനെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. അടിസ്ഥാന വികസന സൗകര്യങ്ങൾ പ്രധാനമാണ്. നമ്മുടെ പൊതുനിരത്തുകളിൽ നഗരസഭാ പ്രദേശത്തെ റോഡുകളിൽ നവീകരണത്തിന് പ്രാധാന്യം നൽകുന്ന നയമാണ് നഗരസഭയ്ക്കുള്ളത്. ഗതാഗത മേഖലയിൽ സമഗ്രമായ വികസനത്തിനായി ഈ ബജറ്റിൽ 20 കോടി രൂപ വകയിരുത്തുന്നു. രാമൻചാടി കുടിവെള്ള പദ്ധതി ആനുകൂല്യം നഗരസഭയിലെ ജനങ്ങൾക്ക് വലിയ ആശ്വാസമായി. എല്ലാവർക്കും എല്ലാ ദിവസവും കുടിവെള്ളം എന്ന കൗൺസിലിന്റെ നയം നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി പരിശ്രമം തുടക്കം കുറിക്കുകയാണ്. പരമാവധി സ്ഥലങ്ങളിലേക്ക് കുടിവെള്ള വിതരണത്തിലുള്ള പൈപ്പ് ലൈൻ സ്ഥാപിച്ചും പഴയ ദുർബലമായ വിതരണ ലൈൻ മാറ്റുന്നതിനും കുടിവെള്ളം ലഭ്യമാക്കുന്നതിനും വേണ്ടി കുടിവെള്ളം ലഭ്യത ഉറപ്പുവരുത്തുവാൻ ശ്രമിക്കുകയാണ്. ഈ ഇനത്തിലായി 14 കോടി രൂപ ഈ ബഡ്ജറ്റ് നീക്കിവെക്കുകയാണ്. നഗര വ്യവസായ രംഗത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ശാക്തീകരിച്ചതായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയായ അമൃത് പദ്ധതിയുടെ ഭാഗമായി കുടിവെള്ള വിതരണം, മാലിന്യ സംസ്കരണം, മഴവെള്ള നീക്കം സംവിധാനം, ഹരിത മേഖലാ വികസനം തുടങ്ങിയ പ്രധാന മേഖലകളിൽ പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടത്തുവാൻ ഈ കൗൺസിൽ ഉദ്ദേശിക്കുകയാണ്. നഗരവാസികൾക്ക് സുരക്ഷിതവുമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ 2026-27 സാമ്പത്തിക വർഷത്തിൽ അമൃത് പദ്ധതിയുടെ നടപ്പാക്കുന്ന പ്രവൃത്തികളായി കൂടുതൽ വകയിരുത്തിയിരിക്കുന്നു. സമീപ നഗരത്തിലെ ഏകോപിച്ച് മലപ്പുറം നഗരസഭയെ കേന്ദ്രബിന്ദുവാക്കി നടപ്പാക്കുന്ന നഗരസഞ്ചയനം പദ്ധതിയിൽ നിലവിൽ പ്രത്യേക പ്രാദേശിക തലത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മേഖലാതല വികസനത്തിന് സമഗ്രമായ സമീപനം ഉറപ്പുവരുത്തുന്ന ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട നഗരസഭകൾക്ക് അടിസ്ഥാനമായ സൗകര്യ വികസനത്തിലും യാത്രാ സംവിധാനത്തിലും സമഗ്രമായ പുരോഗതി കൈവരിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പെരിന്തൽമണ്ണ നഗരസഭയും ഈ നഗരസംഘയും പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ്. കാലത്തിന്റെ ആവശ്യകതയാണ് ഭരണസമിതി വിലയിരുത്തുന്നത്. നഗരത്തിന്റെ വിവിധ വികസന ദിശയിലെയും പ്രാദേശിക സമഗ്ര വളർച്ചയും മുൻനിർത്തി പെരിന്തൽമണ്ണ നഗരസഭ നഗരസഞ്ചയം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതായി ആവശ്യമായ എല്ലാ ഭരണപരമായും സാങ്കേതികമായ പരിശ്രമങ്ങൾക്കും ഈ സാമ്പത്തിക വർഷത്തിൽ നടത്തുന്നതാണ്. ഇതിലൂടെ പ്രാദേശിക വികസന പഴുതുകൾ പുതിയ വാതികൾ തുറക്കുകയും നഗരത്തിന്റെ സമഗ്ര പുരോഗതിക്ക് ശക്തമായ അടിസ്ഥാനം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുമെന്ന് ഈ കൗൺസിൽ വിശ്വസിക്കുന്നു. ഒരു മെഡിക്കൽ സിറ്റിയായി അറിയപ്പെടുന്ന നഗരമാണ് പെരിന്തൽമണ്ണ. പാവപ്പെട്ട ജനങ്ങളെ സംബന്ധിച്ച് പൊതുജനാരോഗ്യ രംഗത്ത് അറിയപ്പെടുന്ന നഗരമാണ് പെരിന്തൽമണ്ണ. പാവപ്പെട്ട ജനങ്ങളെ സംബന്ധിച്ച് പൊതുജനാരോഗ്യ രംഗത്തെ പുരോഗതിയാണ് പ്രതീക്ഷ. നഗരസഭയ്ക്ക് വിട്ടുകിട്ടിയ ആരോഗ്യ ചികിത്സാ കേന്ദ്രങ്ങളെ ശക്തിപ്പെടുത്തുന്നത് നമ്മുടെ ഒരു ബാധ്യതയാണ്. നിർമ്മാണം മുടങ്ങിക്കൊടുക്കുന്ന ആയുർവേദ ആശുപത്രിയുടെ പൂർത്തീകരണത്തിന് ഈ ബഡ്ജറ്റ് മുഖ്യ പരിഗണന നൽകുകയാണെന്ന് ഈ വർഷം തന്നെ പുതിയ ആയുർവേദ കെട്ടിടത്തിൽ രോഗികളെ ആവശ്യമായ സേവനങ്ങൾ ഉറപ്പുവരുത്താൻ ഈ കൗൺസിൽ പ്രതിജ്ഞാബദ്ധമാണ്. അതോടൊപ്പം തന്നെ ഹോമിയോ ആശുപത്രിയും സേവനം കൂടുതൽ ജനങ്ങൾക്ക് പ്രാപ്യമാക്കാനും മറ്റുമായി 1,75,00,000 രൂപ ഈ ബഡ്ജറ്റിൽ വയ്ക്കുന്നു. ആയുഷ് പദ്ധതിയുടെ കീഴിൽ വിവിധ ചികിത്സാ രീതികളെ സമന്വയിപ്പിച്ചുകൊണ്ട് ന്യൂനതമായ പദ്ധതികൾ നഗരസഭയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു. ഒരു യുനാനി ഡിസ്പെൻസറി ആരംഭിക്കുവാനും ഈ സമയത്ത് പരിശ്രമിക്കുന്നതായിരിക്കും. നഗരത്തിലെ കക്കൂത്ത് മേഖലയിൽ സ്വകാര്യ വ്യക്തി സൗജന്യമായി നൽകിയ ഒരു സ്ഥലത്ത് ഒരു ആരോഗ്യ കേന്ദ്രം സ്ഥാപിക്കാൻ ഈ സാമ്പത്തിക വർഷത്തിൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ഈ കൗൺസിൽ ഉറപ്പു നൽകുന്നു. നഗരസഭാ പ്രദേശത്ത് ഡയാലിസിസിന് വിധേയരായിക്കൊള്ളുന്ന രോഗികൾക്ക് ധനസഹായം നൽകുന്ന പ്രത്യേകം തുക കണ്ടെത്തും. മാലിന്യ സംസ്കരണ രംഗത്ത് പെരിന്തൽമണ്ണ നഗരസഭ ഇതിനകം ശ്രദ്ധേയമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. നമുക്ക് സ്വന്തമായി 13 ഏക്കർ സ്ഥലം മാലിന്യ സംസ്കരണത്തിനായി ഉണ്ട് എന്നത് ഏറെ ആശ്വാസമാണ്. ഇനിയും ന്യൂനമായ ശാസ്ത്രീയമായ സംസ്കാര രീതികൾ ഇവിടെ നടപ്പിലാക്കാൻ കഴിയും. കരമാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിനായി 3,21,00,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. ജനജീവിതത്തിന് ഏറ്റവും വലിയ ഭീഷണിയായ ദ്രവമാലിന്യം വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഓടയിലേക്ക് വിടുന്ന മാലിന്യം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കേണ്ടതുണ്ട്. ഇതിൽ ആവശ്യമായ ഒരു ബൃഹത് പദ്ധതിക്ക് രൂപം നൽകുന്നതിന് ജനകീയ ചർച്ചകളും ഇടപെടലുകളും പുരോഗമിക്കുകയാണ്. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന വയോജനവർ എന്നിവരുടെ ക്ഷേമം ലക്ഷ്യം വെച്ചുകൊണ്ട് പുതിയ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സാമൂഹ്യ സാംസ്കാരിക കേന്ദ്രങ്ങളിൽ
സാമൂഹ്യ സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്ന നിലയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന അംഗനവാടികളെ ആധുനിക സൗകര്യങ്ങളോടെ പുനഃസംവിധാനിക്കേണ്ടതുണ്ട്. സ്വന്തമായി സ്ഥലവും കെട്ടിടവും ഇല്ലാത്ത അംഗനവാടിക്ക് സ്ഥലവും കെട്ടിടവും സാധ്യമാക്കാൻ വേണ്ടി ഈ കൗൺസിൽ അംഗീകരിക്കുന്നതാണ്. സാമൂഹ്യക്ഷേത്ര നീതിയിൽ പരമാവധി തുക ചെലവഴിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനായി 30 ലക്ഷം രൂപ നീക്കിവച്ചിരിക്കുകയാണ്. ഇതിന് പുറമെ വിനോദ വിശ്രമ കേന്ദ്രം, ഹാപ്പിനെസ് സ്പോട്ടുകൾ എന്നിവ പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദുരന്ത നിവാരണം, കാലാവസ്ഥാ വ്യതിയാനം, പ്രത്യേക പ്രകൃതിക്ഷോഭങ്ങൾ നേരിടൽ എന്നിവ സംബന്ധിച്ച് അവബോധം വളർത്തിയെടുക്കുന്നതിനും ഇത്തരം പ്രവർത്തനം നടത്തുന്ന സന്നദ്ധ സംഘടനയ്ക്കും മറ്റും മതിയായ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി തുക വകയിരുത്തിയിരിക്കുന്നു. നിർജ്ജീവമായി കിടക്കുന്ന ചെയർപേഴ്സൺസ് ദുരിതാശ്വാസ നിധി പുനരുജ്ജീവിപ്പിക്കാൻ ഉദാരമതിയായ ആളുകളിൽ നിന്നും സഹായം നേടാനും ഇതുവഴി അടിയന്തര സാഹചര്യങ്ങളിൽ അർഹതപ്പെട്ടവർക്ക് ആനുകൂല്യം ലഭിക്കുവാനുമുള്ള നടപടികൾ പൂർത്തിയാക്കും. പരിമിതമായ സൗകര്യങ്ങൾ വീർപ്പുമുട്ടുന്ന പട്ടികജാതി ഉന്നതികൾ നമ്മുടെ നാട്ടിൽ നഗരസഭാ പ്രദേശത്തുണ്ട്. പരിമിതമായ സൗകര്യങ്ങൾ വീർപ്പുമുട്ടുന്ന പട്ടികജാതി നമ്മുടെ നഗരസഭാ പ്രദേശത്ത് ഇവിടങ്ങളിൽ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ഉറപ്പുവരുത്താനും വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുവാനും ഭവന പുനരുദ്ധാരണത്തിനും സ്വയം തൊഴിൽ ദാനത്തിനുമായി 2,95 ലക്ഷം രൂപ ഈ ബഡ്ജറ്റിൽ മാറ്റിവെക്കുന്നു. പട്ടികജാതി സമൂഹത്തിന്റെ ക്ഷേമം ലക്ഷ്യം വെച്ചുകൊണ്ട് നഗരസഭയിൽ സദ്ഗ്രാമം പദ്ധതി ആരംഭിക്കുവാൻ കൂടെ ഉദ്ദേശിക്കുന്നു. നമ്മുടെ നഗരത്തിന്റെ മുഖച്ഛായ മാറ്റിയെടുക്കുന്നതായി നഗരസഭവൽക്കരണത്തിന് വേണ്ടി ഈ വർഷം തന്നെ തുടക്കം കുറിക്കുന്നതാണ്. വിവിധ ഫണ്ടുകൾ കണ്ടെത്തുകയും സ്വകാര്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സഹകരണത്തോട് ഇതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. തെരുവുകൾക്ക് പരമാവധി സ്ഥലങ്ങളിൽ സ്ഥാപിക്കാനും വൈദ്യുതി ഉപയോഗം കുറഞ്ഞ വിളകൾ ഉപയോഗിക്കാനും യഥാസമയം അറ്റകുറ്റകൾ പണി നടത്തുന്നതിനും ആവശ്യമായ തുക ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കായിക രംഗത്തും നമ്മൾ വികസനത്തിന് പ്രധാനമാണ് നമ്മുടെ നഗരസഭയിലെ പ്രദേശത്തെ ക്ലബ്ബുകൾ, വായനശാലകൾ, മറ്റു സാംസ്കാരിക സ്ഥാപനങ്ങൾ എന്നിവയുടെ പ്രവർത്തനം ലക്ഷ്യമാക്കാനും ഈ മേഖലയിൽ പരിപോഷിക്കാനും മതിയായ തുക വിലയിരുത്തിയിട്ടുണ്ട്. പദ്ധതിയുടെ ചെലവുകൾ സംബന്ധിച്ച് പ്രത്യേകമായി സൂചിപ്പിക്കേണ്ട ഒരു കാര്യമാണ് സ്മാർട്ട് സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേക പ്രവർത്തന രീതി. സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന സ്മാർട്ട് സംവിധാനത്തിൽ ഓരോ പദ്ധതിയും ഭരണാനുമതി ലഭിച്ച് അംഗീകരിക്കപ്പെടുന്ന ഘട്ടത്തിൽ തന്നെ അതിൻ്റെ ചെലവുകൾ കൃത്യമായി വിലയിരുത്തുകൾ ബഡ്ജറ്റുമായി നേരിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. അതിനാൽ തന്നെ പരമ്പരാഗത രീതിയിൽ നിന്നും ഹെഡ് വൈസ് ആയി മുൻകൂട്ടി പ്രത്യേകം വകയിരുത്തൽ രേഖപ്പെടുത്തുന്ന സാങ്കേതിക പരിമിതികൾ നിലനിൽക്കുന്നതായും ഈ അവസരത്തിൽ കൗൺസിലിനെ അറിയിക്കുന്നു. പദ്ധതി അംഗീകാരം ലഭിക്കുന്നതോടുകൂടി അതിൻ്റെ തലക്കെട്ടുകളിൽ തുകകൾ കൃത്യമായി ഉൾപ്പെടുത്തിക്കുന്ന രീതിയിലാണ് ഈ വർഷത്തെ ബഡ്ജറ്റ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നുകൂടി നമ്മുടെ കൗൺസിലിനെ അറിയിക്കുന്നു. വികസന രംഗത്ത് കഴിയാവുന്നത്ര എല്ലാവരെയും സഹായ സഹകരണങ്ങളും പിന്തുണയും നഗരസഭയ്ക്ക് ലഭിക്കുമെന്ന് നമ്മുടെ നയം. ജനകീയ പങ്കാളിത്തത്തോടുകൂടി മികച്ച ഒരു വികസന മാതൃക അവതരിപ്പിക്കാനാണ് നഗരസഭയുടെ ശ്രമം. നിലവിലുള്ള ധനസ്ഥിതിയും സമ്പൂർണമായ വിശദാംശങ്ങളും അടങ്ങിയ ഈ ബഡ്ജറ്റ് നിങ്ങളുടെ മുമ്പേ സമർപ്പിക്കുകയാണ്. നാളെ നടക്കുന്ന ഈ ചർച്ചയിൽ ബഡ്ജറ്റിനെ പരിപൂർണതയിലെത്തിക്കാൻ വേണ്ടി കുറ്റമറ്റ ഒന്നാക്കി മാറ്റിയെടുക്കുവാൻ എല്ലാ കൗൺസിലർമാരും ഈ ചർച്ചയിൽ ആദ്യാവസാനം പങ്കെടുക്കുമെന്നും സാന്നിധ്യം ഉണ്ടാവണമെന്നും അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.